കോൺഗ്രസ് എം.എൽ.എ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇ.ഡി കസ്റ്റഡിയിൽ. കർണാടക ചിത്രദുർഗ എം.എൽ.എ ആയ വീരേന്ദ്ര പപ്പിയെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഗെയിമിംഗ് ആപ്പുകളുടെ മറവിൽ നികുതി വെട്ടിപ്പ്, അനധികൃത പണ കൈമാറ്റം എന്നിവ നടത്തിയെന്നാണ് ഇ.ഡിയുടെ കണ്ടെത്തൽ. കെ.ബി. ശ്രീധരൻ വിവരങ്ങളുണ്ട്. ശ്രീധരൻ, എപ്പോഴാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്? നേരത്തെയും സംശയനിഴലിലാണോ? എന്തൊക്കെയാണ് വിവരം? ദിവിഷ, ഇന്ന് പുലർച്ചെ മുതൽ ഈ എം.എൽ.എയുമായി ബന്ധപ്പെട്ട 17 ഇടങ്ങളിൽ, അതായത് കർണാടകയിലെ ചിത്രദുർഗ കേന്ദ്രീകരിച്ചും ഗോവയിലും സിക്കിമിലും ഉൾപ്പെടെ 17 ഇടങ്ങളിലാണ് ഡൽഹിയിൽ നിന്നുള്ള ഇ.ഡി സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട്, അതായത് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി പല പല സ്ഥാപനങ്ങൾ വഴി കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ളതാണ് ഇയാൾക്കെതിരെയുള്ള പരാതി. ഏറ്റവും പ്രധാനം ഈ ഗെയിമിംഗ് ആപ്പ് വഴിയുള്ള തട്ടിപ്പുകൾ ഇയാൾ നടത്തിയിട്ടുണ്ട്, ഈ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇ.ഡി കണ്ടെത്തൽ. ഗോവയിൽ ഉൾപ്പെടെ ചൂതാട്ട കേന്ദ്രങ്ങളുടെയൊക്കെ ഉടമയാണ് ഈ വീരേന്ദ്ര പപ്പി എന്ന് പറയുന്ന ഈ എം.എൽ.എ. ചിത്രദുർഗയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ എം.എൽ.എ ആണ്. ഏതായാലും ഈ വീരേന്ദ്ര പപ്പിയെ കൂടാതെ ഇയാളുടെ സഹോദരങ്ങൾ, മറ്റ് ബന്ധുക്കൾ, ഇവരൊക്കെ ഉൾപ്പെടെ ബിനാമികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ വീടുകളിലും ഇ.ഡി പരിശോധന നടത്തുന്നുണ്ട്. നിരവധി രേഖകളും ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. രത്ന ഗോൾഡ് കമ്പനി, രത്ന മൾട്ടി സോഴ്സ് കമ്പനി, പപ്പി ടെക്നോളജീസ്, പപ്പി ടൂർസ് ആൻഡ് ട്രാവൽസ്, പപ്പി ബെയർബാക്സ്, ഇങ്ങനെ നിരവധി കടലാസ് കമ്പനികൾ ഇയാൾ നടത്തിയിരുന്നതായും ഇ.ഡി കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇ.ഡി കണക്കാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സിക്കിമിൽ നിന്ന് എം.എൽ.എയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇയാളെ ബംഗളൂരുവിൽ എത്തിക്കും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്.